ഞാൻ ഈ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾ ഒരുപാട് ഇങ്ങനത്തെ സമ്മേളനങ്ങൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കാറുണ്ട്. പ്രസംഗിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തലേന്ന് തുടങ്ങും ഫോൺ വിളികൾ. ഉസ്താദ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ വന്നാൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വലിയ പ്രശ്നമാണ്, എന്താ ചെയ്യാമെന്ന് ചോദിക്കും. നമ്മളിങ്ങനെ കുറേ നമ്മൾ കേൾക്കാറുണ്ട്. പരിപാടി നടക്കട്ടെ, പരിപാടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നമുക്കൊരു പ്രശ്നവും സംഭവിക്കില്ല, ധൈര്യമായിട്ട് വരും എന്നാണ്. നിങ്ങൾ സംഘടിപ്പിച്ചാൽ മതി. പരിപാടി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും പറയാനില്ല. വ്യാപകമായ ദുഷ്പ്രചരണം സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ഈ ആദർശ പ്രചരണത്തെക്കുറിച്ച് നടന്നു വരികയാണ്. ഇതാണ് പ്രശ്നം. വേറെ ഇപ്പോൾ ഇവിടെ പരിപാടി നടന്നു. മുജ്തബ ഫൈസി, വാക്കോട് ഉസ്താദ്, സത്താർ പന്തലൂർ, യൂനുസ് ഫൈസി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രഭാഷണം നടത്തി. ആദർശം അമാനത്താണ് എന്താണ് വിഷയം. സമസ്ത അതിന് തന്നെയല്ല രൂപീകരിച്ചത്. ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓരോ സംഘടനക്കും ഓരോ ലക്ഷ്യമുണ്ട്, അതിൻ്റെ ഭരണഘടനയുണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കും, അതിനുവേണ്ട പ്രചാര പരിപാടികൾ നടത്തും. ഇതുപോലെ സമസ്ത 99 വർഷങ്ങൾക്ക് മുമ്പ് വലിയ മഹാത്മാക്കളായ കേരളം കണ്ട ഉലമാക്കളും സൂഫി വര്യന്മാരും രൂപം കൊടുത്തതാണ് ഈ സമസ്ത. അതിനും ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. അതിൻ്റെ ഭരണഘടനയിൽ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് എ എന്നാണ് എഴുതി വച്ചത്. പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. ബി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുക. ഇതിനെ 99 വർഷം മുമ്പ് സമസ്ത രൂപീകരിച്ചത്. സമസ്തന്റെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി യുവജന വിഭാഗമായ SKSSF നിർവഹിക്കുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് പ്രയാസപ്പെടാനുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സംഘടനയുടെ വളർച്ചയിലും ഉയർച്ചയിലും ആദർശ രംഗത്ത് സമസ്തയുടെ മുന്നോട്ടുള്ള ശക്തമായ പ്രയാണത്തിലുള്ള പ്രതിയോഗികൾ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. സമസ്ത കൃത്യമായ ആ കാര്യം നിർവഹിച്ചിട്ടുണ്ട്. 921 കേരളത്തിൽ ആദ്യത്തെ വിദായി പ്രസ്ഥാനം വന്നത്. 26 സമസ്ത രൂപീകരിച്ചിട്ട് 5 കൊല്ലം ഗ്യാപ്പ് കിട്ടി. മുജാഹിദിന് എതിർപ്പില്ലാത്ത, പ്രതിരോധമില്ലാത്ത ഒരു 4-5 വർഷം. അപ്പം അത്യാവശ്യം നല്ല ഒരു തടിയായി അത് വളർന്നു വന്നു. അതിനെ നേരിടാൻ സമസ്ത കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നിട്ട് കുറച്ച് കാലങ്ങൾ നന്നായി പണിയെടുത്തു. ഒറ്റയടിക്ക് അത് അടിച്ചു വീഴ്ത്താൻ സാധിക്കാത്ത വിധമായപ്പോൾ അത് കഷ്ണാക്കി 5-8 കഷ്ണാക്കി ഇട്ടാട് കൊടുത്തപ്പോൾ സമസ്ത. ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തെ അവസ്ഥ അങ്ങനെ ഒന്നിച്ച് വീഴ്ത്താൻ പറ്റിയില്ല, കഷ്ണങ്ങളാക്കി മുറിച്ച് താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. 946 ജമാഅത്തെ ഇസ്ലാമി വന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ എന്തൊക്കെ പുതിയ ചിന്താഗതികളാണ് കൊണ്ടുവന്ന് മുജ്തബ ഫൈസി രത്നചുരുക്കം പറഞ്ഞു. ഈ രാജ്യത്തെ ഗവൺമെന്റ് ഭരണഘടന അനുസരിക്കൽ ശിർക്കാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ശിർക്കാണ്, വോട്ട് രേഖപ്പെടുത്തൽ ശിർക്കാണ്, കോടതിയിൽ പോകൽ ശിർക്കാണ്, സ്കൂളുകളിൽ കുട്ടികളെ പറഞ്ഞയക്കൽ ശിർക്കാണ്, സ്കൂളുകളും കോളേജുകളും സ്വന്തം മാനേജ്മെന്റിന്റെ കീഴിൽ നടത്തൽ ശിർക്കാണ്, ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കൽ ശിർക്കാണ്. ഇതൊക്കെ ഷിർക്കാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ജമാഅത്ത് ഇസ്ലാമി വരുമ്പോൾ സമസ്തയുടെ സജീവ സാന്നിധ്യമുണ്ട്. സമസ്ത ശക്തിയുക്തം എതിർത്തു. അതിശക്തമായും ദീർഘകാലം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇന്ന് ജമാഅത്തെ ഇസ്ലാമി തമ്മടക്കം മടങ്ങാറി നമ്മുടെ നാട്ടിലെ ഭാഷ എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല. നേരെ തിരിച്ചൊക്കെ തിരുത്തി പറയുക. ഭരണഘടന അനുസരിക്കൽ തൗഹീദാണ്, പാർലമെന്റിലേക്ക് മത്സരിക്കൽ തൗഹീദാണ്, വോട്ട് രേഖപ്പെടുത്തൽ തൗഹീദാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥം സ്വീകരിക്കൽ തൗഹീദാണ്, കോടതിയിൽ പോകൽ തൗഹീദാണ്, ഈ സ്കൂളുകൾക്ക് പഠിപ്പിക്കൽ അധ്യാപകരാകൽ തൗഹീദാണ്, കുട്ടികളെ പറഞ്ഞയക്കൽ തൗഹീദാണ്. എല്ലാം തൗഹീദാക്കി മാറ്റി. എന്ന് മാത്രമല്ല, ഷിർക്കാണ് എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ ഭാഗമായി എങ്ങനെയെങ്കിലും ഒരു മെമ്പറാകാൻ സാധിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടി എന്ന പേരിൽ രൂപീകരിച്ചുകൊണ്ട് പാപ്പരത്തം കാണിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയായി മാറി ജമാഅത്തെ ഇസ്ലാമി. ഒരു പുതിയ മനുഷ്യനൊക്കെ ചേർന്നില്ല. പണ്ടൊരു ജമാഅത്തുകാരുണ്ടായിരുന്നെങ്കിൽ വയസ്സായാലും അങ്ങനെ തന്നെ ജമാഅത്താനെ പോകും. ആളെ മക്കൾ പോലും ജമാഅത്താകുന്നില്ല. ജമാഅത്തിന്റെ കഥ സമസ്ത അങ്ങനെ കഴിച്ചു.
തബ്ലീഗ് ജമാഅത്തിന്റെ പ്രത്യേകത അത് നുഴഞ്ഞ് ഇഴഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അതിനെ നേരിടാൻ കുറച്ചൊരു പ്രയാസമുണ്ട്, കാരണം അതിന്റെ ശൈലി അങ്ങനെ ആയതുകൊണ്ട്. എന്നാലും സമയോചിതമായി സമസ്തക്കാരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വ്യാജ സിദ്ധന്മാർ പ്രത്യക്ഷപ്പെട്ടു. സമസ്ത നന്നായി പഠിച്ച് ആ കാര്യം ഭംഗിയായി നിർവഹിച്ച് പ്രഖ്യാപിച്ച് ഒരു 4 പ്രസംഗം നടത്തിയ സംഭവം കഥ കഴിഞ്ഞു ആ സിദ്ധന്മാർ.